അതുകൊണ്ടാണ് സുധാകരന്റെ വീട്ടിൽ വന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ വീട്ടിനകത്തേക്ക് പോലും കയറ്റാതിരുന്നത്. ആ സുധാകരന്റെ എതിർപക്ഷത്ത് ഇപ്പൊ നിൽക്കുന്നത് വെറും മൂട്ടകളോ ഉറുമ്പുകളോ ആണ് എന്നാ ഞാൻ പറയുന്നത്. സജി ചെറിയാനും H. സലാമും ചിത്തരഞ്ജനുമാണ് പോകാത്തത്. അവർ മൂന്നുപേരെയും കണ്ടു കഴിഞ്ഞാൽ സുധാകരൻ ചിലപ്പം പറഞ്ഞാൽ നീ ഒന്നും കയറണ്ടടാ എന്നാണ് അതിന്റെ അർത്ഥം. നമസ്കാരം. CPM-നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വീണ്ടും ഒരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നു. CPM-ലെ മുതിർന്ന നേതാവ് G. സുധാകരൻ പാർട്ടിയോട് പൂർണ്ണമായും വിട പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് രാവിലെ പുറത്തു വരുന്നത്. അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മറന്നുപോയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ അനുജൻ ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വം. അത് ബോധപൂർവം തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പോലും മറന്നുപോയിരിക്കുന്ന, പുതുതലമുറയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാകാതിരുന്ന അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ രക്തസാക്ഷിത്വം ഓർമ്മിപ്പിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? ഇതിൽ ഈ CPM-ന്റെ ഒരു മുതിർന്ന നേതാവ് CPM വിട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഈ സംഭവത്തിനെ മൊത്തം ലഘൂകരിക്കുകയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് CPM-ന്റെ ഒരു മുതിർന്ന നേതാവ് പാർട്ടി വിട്ടു എന്നുള്ള നിലയിൽ അതിനെ നമ്മൾ ലഘൂകരിക്കാൻ പാടില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം CPM-ന് അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ അടയാളപ്പെടുത്തേണ്ടി വരും. കാരണം മുതിർന്ന നേതാവെന്ന് പറഞ്ഞാൽ മുതിർന്ന പല നേതാക്കന്മാരും, അതിലൊരു നേതാവെന്നേ വരുള്ളൂ. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ CPM-ൽ 80കളിൽ MP രാഘവൻ പോയി, പിന്നെ KR ഗൗരിയമ്മ പോയി. ഒരുപക്ഷെ അതിനുശേഷം നടന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ ഈ സുധാകരൻ്റെ ഇന്നത്തെ ഈ 60 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചിട്ടുള്ള ഈ നടപടിയെ ഞാൻ കാണുന്നത്. കാരണം രാഘവൻ പോയത്, ഗൗരിയമ്മ പോയതൊക്കെ നമുക്കറിയാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ പാർട്ടിയുടെ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ തെക്കൻ കേരളത്തിലെ ഏറ്റവും അധികായനായിട്ടുള്ള ഒരു നേതാവാണ് ഇന്ന് പാർട്ടി വിട്ടിരിക്കുന്നത്. മനസ്സിലായി? ഒരുപക്ഷെ തെക്കൻ കേരളത്തിലെ ഒരുപക്ഷെ സുധാകരനേക്കാൾ ഇന്ന് സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ചിലപ്പോൾ PK ഗുരുദാസനായിരിക്കാം. പക്ഷെ PK ഗുരുദാസൻ രോഗാതുരനാണ്. പിന്നെ തെക്കൻ കേരളത്തിൽ നിന്നുള്ള മറ്റൊരു നേതാവ് S. രാമേന്ദ്രൻ പിള്ളേ, പറയേണ്ട കാര്യമില്ല, രാഷ്ട്രീയമൊക്കെ വിട്ടുപോയ. പിന്നെ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയാണ്. MA ബേബിയേക്കാൾ സീനിയറാണ് സുധാകരൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനേക്കാൾ ഉപരി തെക്കൻ കേരളത്തെക്കാൾ ഉപരി ആലപ്പുഴ ജില്ലയിൽ തന്നെ, ആലപ്പുഴ ജില്ല എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞാൻ അതിലേക്ക് വരാം. തെക്കൻ കേരളത്തെക്കാൾ ഉപരി ആലപ്പുഴ ജില്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തെക്കൻ കേരളമാണല്ലോ പ്രധാനം. അതിനകത്തുള്ളൊരു ജില്ല മാത്രമേ ആലപ്പുഴ ആവുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നത്തെ ഈ സംഭവം CPM-നെ എത്ര ഗുരുതരമായിട്ടാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ വിലയിരുത്തണമെങ്കിൽ നമ്മൾ സുധാകരനെ ഒന്ന് അടയാളപ്പെടുത്തണം. ആരാണ് സുധാകരൻ? സുധാകരന്റെ ഈ പാർട്ടിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നൊക്കെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം സുധാകരൻ ഒരു അധികാരമോഹിയായിരുന്നു, സുധാകരൻ ഒരുപാട് സ്ഥാനത്തിരുന്നിട്ടുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഞാൻ അതിനകത്തേക്ക് വരാം. നമ്മൾ ആദ്യമായി കാണേണ്ട ഒരു കാര്യം, തെക്കൻ കേരളത്തിലെ CPM-ന്റെ ഈറ്റില്ലമാണ് ആലപ്പുഴ. തിരുക്കൊച്ചി, അതായത് കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തിരുക്കൊച്ചി ആയിരുന്ന സമയത്ത് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പണിമുടക്ക് നടത്തുന്നത് ആലപ്പുഴയിലാണ്. അത് 50 പൈസ കൂലി കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നു. ആ സമരം വിജയിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിൽ ശരിക്കും CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള VS അച്യുതാനന്ദന്റെ ഉത്ഭവവും വളർച്ചയും കണ്ട ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആ ആലപ്പുഴ ജില്ലയിൽ പിന്നെ PK ചന്ദ്രാനന്ദൻ അങ്ങനെ ചില നേതാക്കന്മാരൊക്കെ ഉണ്ട്. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ VS കഴിഞ്ഞാൽ CPM-ലെ ഏറ്റവും അധികായനായിട്ടുള്ള നേതാവ് G. സുധാകരനായിരുന്നു എന്ന് നമ്മൾ അടയാളപ്പെടുത്തണം. നമ്മൾ കാണേണ്ട വേറൊരു വശം എന്ന് പറയുന്നത്, ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയെ ഏതാണ്ട് ഈ കരതലാമലകം പോലെ, കരതലാമലകം എന്ന് പറഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ നെല്ലിക്ക ഇട്ടിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകളോളം കൈകാര്യം ചെയ്തു പോന്ന ഒരു നേതാവാണ് സുധാകരൻ എന്നുള്ളത് നമ്മൾ കാണണം.
അപ്പോൾ അതിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ 2001, 2006 കാലഘട്ടത്തിൽ വി എസിനോടൊപ്പം നിൽക്കുന്ന സമയത്താണല്ലോ വി എസ് പിണറായി പോര് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്നത്. 2005 മലപ്പുറം സമ്മേളനം അതായിരുന്നു അതിൻ്റെ ഒരു തുടക്കം, ഒരു പൊട്ടിത്തെറിയുടെ സംഭവം. ആ സംസ്ഥാന സമ്മേളനത്തിലേക്ക് 8 ജില്ലയിലെ ഭൂരിപക്ഷവുമായിട്ടാണ് വി എസ് അച്യുതാനന്ദൻ പോയത്. മനസ്സിലായില്ലേ? അപ്പം അന്ന് ഏറ്റവും തീവ്രമായിട്ടുള്ള വി എസ് പിണറായി പോര് നടന്ന ഒരു ജില്ലയായിരുന്നു ആലപ്പുഴ ജില്ല. മനസ്സിലായോ? ആ പോര് അപ്പം ആലപ്പുഴ ജില്ല പിടിച്ചെടുക്കേണ്ടത് പിണറായി വിജയന്റെ ഏറ്റവും വലിയൊരു ആവശ്യമായി. ആ പോര് തീവ്രമായി നടന്ന സമയത്ത് അന്ന് വി എസ് അച്യുതാനന്ദന് വേണ്ടി ആലപ്പുഴ ജില്ല പിടിച്ചെടുത്ത നേതാവാണ് ജി സുധാകരൻ. എന്ന് പറഞ്ഞാൽ വി എസിന്റെ ഏറ്റവും വലിയൊരു ഒരു ആത്മാഭിമാനത്തിന് ക്ഷതമേക്കുമായിരുന്നു ആലപ്പുഴ ജില്ല വി എസിന്റെ കയ്യിൽ നിന്ന് പോയിരുന്നെങ്കിൽ. കാരണം അദ്ദേഹം അവിടെ ജനിച്ച് വളർന്ന് അവിടെ പ്രവർത്തിച്ച് അവിടെ നിന്നാണ് വി എസ് ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു സമര പോരാട്ടത്തിൽ വി എസിനോടൊപ്പം നിന്ന് ആലപ്പുഴ ജില്ല അക്ഷരാർത്ഥത്തിൽ പിടിച്ചെടുത്ത് വി എസിനെ ഏൽപ്പിച്ച നേതാവാണ് സുധാകരൻ. അത് ആദ്യ ഭാഗം. രണ്ടാം ഭാഗം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? രണ്ടാം ഭാഗം നമ്മൾ കാണുന്നത് പിന്നെ പിണറായി വിജയൻ 2004, 2005 മലപ്പുറം സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി ആവുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? പിണറായി വിജയന് വേണ്ടി ആലപ്പുഴ ജില്ലയിലെ പാർട്ടി പിടിച്ചെടുത്തു കൊടുത്തു സുധാകരൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു അധികാരി മോഹി എന്ന് പറയില്ലേ? കാരണം പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഞാൻ വരട്ടെ, അത് ഞാൻ പറഞ്ഞു വരുന്നത് അധികാരമോഹം സംബന്ധിച്ചുള്ള കാര്യത്തിലേക്കൊക്കെ ഞാൻ വരാം. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ സുധാകരൻ ആലപ്പുഴ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രയും വലിയൊരു അധികായനാണ് എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അനുഭവം പറഞ്ഞത്. വി എസിന് വേണ്ടി, പിന്നെ പിണറായിക്ക് വേണ്ടി. മനസ്സിലായി? അപ്പൊ അതിനകത്ത് അധാർമികതയുണ്ടോ, തെറ്റുണ്ടോ, ശരിയുണ്ടോ? എന്തായാലും ഈ രണ്ട് പക്ഷത്തിന് വേണ്ടിയും ഈ പാർട്ടിയെ പിടിച്ചെടുത്തതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു ശക്തിയും സ്വാധീനവും നമുക്ക് മനസ്സിലാക്കാം. അതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു ചെറിയൊരു പോയിന്റ് ഒന്ന് പറഞ്ഞു പോട്ടെ. അപ്പൊ വി എസിന് വേണ്ടി പിണറായിക്കെതിരെ പാർട്ടിയെ പിടിച്ചയാൾ, പിണറായിക്ക് വേണ്ടി വി എസിനെതിരെ പാർട്ടിയെ പിടിച്ചയാൾ, അതാണ് സുധാകരൻ. ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ നിൽക്കണം. ആ സുധാകരന്റെ എതിർപക്ഷത്ത് ഇപ്പൊ നിൽക്കുന്നത് വെറും മൂട്ടകളോ ഉറുമ്പുകളോ ആണ് എന്നാണ് ഞാൻ പറയുന്നത്. അതെ, ആ സുധാകരനെതിരായിട്ട് ഇപ്പൊ നിൽക്കുന്നത് സജി ചെറിയാൻ, സലാം, ആരിഫ്, ആർ നാസർ എന്നൊക്കെ പറയുന്ന വെറും ഈ ശരീരത്തിൽ നിന്ന് ഉറുമ്പിനെ എടുത്ത് കളയുന്ന പോലെ എടുത്ത് എറിയാനുള്ളതേ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളവന്മാരുള്ളൂ. മനസ്സിലായി? അതുകൊണ്ടാണ് സുധാകരന്റെ വീട്ടിൽ വന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ വീട്ടിനകത്തേക്ക് പോലും കയറ്റാതിരുന്നത്. ജി സുധാകരൻ പത്രസമ്മേളനം നടത്തും എന്ന് പറഞ്ഞതിന്റെ തലേദിവസം രാത്രി ജില്ലാ സെക്രട്ടേറിയറ്റിലെ 7 പ്രബലർ സുധാകരനെ കാണാൻ അവിടെ ചെല്ലുന്നു. അപ്പൊ 7 പ്രബലർ എന്ന് പറയുമ്പം ആലപ്പുഴ ജില്ലയിലെ CPM എന്ന് പറഞ്ഞ പാർട്ടി, 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന പാർട്ടി, അതിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ 7 പേര് സുധാകരന് വീട്ടിൽ ചെല്ലുമ്പോൾ സുധാകരൻ എന്ത് ചെയ്യുന്നു? ഒരു കസേര എടുത്തുകൊണ്ട് വരാന്തയിലിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നീ ഒന്നും കയറണ്ടടാ എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ഇരുത്തി വർത്താനം പറഞ്ഞിട്ട് 4-ാം തീയതിയാണ് സുധാകരൻ തന്റെ അംഗത്വം പുതുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്. അതിനുശേഷം 11-ന് വരെ നടന്ന സംഭവങ്ങൾ നമ്മൾ നോക്കി. ഗോവിന്ദൻ മാസ്റ്റർ മാപ്പ് പറയുന്നു. ബേബി സുധാകരൻ സാർ എന്ന് പറഞ്ഞുകൊണ്ട് 2 തവണ വിളിക്കുന്നു. ആദ്യം CS സുജാതയും ഹരിശങ്കർ എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി നമ്പർ 2 പേരും GS സുധാകരന്റെ ബന്ധുക്കളാണ്. അവർ പോകുന്നു, സംസാരിച്ച് തിരിച്ചു വരുന്നു. ആർ നാസർ പോകുന്നു, സംസാരിച്ചിട്ട് തിരിച്ചു വരുന്നു. തലേ ദിവസം 7 ജില്ലാ സെക്രട്ടറി മെമ്പർമാർ വരുന്നു, തിരിച്ചു. സജി ചെറിയാനും H സലാമും ചിത്തരഞ്ജനുമാണ് പോകാത്തത്. അവർ 3 പേരെയും കണ്ടു കഴിഞ്ഞാൽ സുധാകരൻ ചിലപ്പം അങ്ങനെയൊക്കെ പോകുന്നത് എന്തുകൊണ്ട്? അതിൻ്റെ മറുപടിയാണ് സുധാകരൻ ആരാണെന്ന് അവിടുത്തെ ഇപ്പോഴത്തെ പാർട്ടിക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും. പക്ഷേ അപ്പോഴും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ അനുനയിപ്പിച്ചാൽ ഒരുപക്ഷെ സുധാകരൻ വഴങ്ങുമെന്നൊരു ധാരണയുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ അദ്ദേഹത്തിൻ്റെ വീടിന് ഒരു 1.5 കിലോമീറ്റർ പുറം ഹെലികോപ്റ്റർ ഇറങ്ങിപ്പോയത്. അന്നും സുധാകരനെ പിണറായി വിജയൻ കാണുമെന്നൊരു അഭ്യൂഹമുണ്ടായിരുന്നു. അതിനുശേഷം പിണറായി വിജയൻ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു എന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല എന്നാണ്
സുധാകരൻ പറയുന്നത്. തനിക്ക് വേണ്ടി ഒരു കാലത്ത് പാർട്ടി പിടിച്ചെടുത്ത് കൊടുത്ത ഒരു മനുഷ്യനോട് പോലും, അല്ലെങ്കിൽ പാർട്ടിക്ക് ഇത്രയും അപജയം ഉണ്ടാവും, അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു വലിയ ആഘാതം സുധാകരൻ വിട്ടുപോകുന്നതോടെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടും പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാൻ അതിനകത്തേക്ക് പോകും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അനുമാനങ്ങളാണ്. സുധാകരൻ അങ്ങനെ നോക്കി ഇതെല്ലാം അനുമാനങ്ങളാണ്. ഇതെല്ലാം ഈ മാധ്യമ സൃഷ്ടിയായിരുന്നു എന്നാണ് സുധാകരൻ പറയുന്നത്. സുധാകരൻ ഒരു UDF നേതാക്കന്മാരോട് സംസാരിച്ചിട്ടില്ല. സുധാകരൻ്റെ അടുത്ത് അവർ വന്ന് കണ്ടിട്ടില്ല. പാർട്ടിയിൽ പിണറായി വിജയൻ വന്ന് അദ്ദേഹത്തെ കാണുമെന്ന് പറഞ്ഞത് ഇതെല്ലാം അനുമാനങ്ങളായിരുന്നു. സുധാകരനെ സംബന്ധിച്ചിടത്തോളം 4-ാം തീയതി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല. അതിനുശേഷം സുധാകരനെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നു. പക്ഷേ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഒരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല. പിണറായി വിജയൻ വന്ന് തന്നെ അനുനയിപ്പിച്ചാൽ താൻ മയപ്പെടാം എന്നൊന്നും സുധാകരൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുധാകരൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും സുധാകരൻ തയ്യാറായിട്ടില്ല. അപ്പൊ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പാർട്ടി, ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വം എന്ന് പറഞ്ഞാൽ വെറും ചവറാണ്. കടലാസ്. മനസ്സിലായി? സുധാകരന് അമ്പലപ്പുഴ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെ മുക്കും മൂലയും അറിയാവുന്ന ആളാണ് സുധാകരൻ. ഞാനതൊരു ഉദാഹരണം പറയുന്നു. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ചൊരു സംഭവം, ഏതോ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം ജില്ലയുടെ ചുമതല സുധാകരനായിരുന്നു. കായംകുളം ജില്ലയിലെ മണ്ഡലത്തിന്റെ. അപ്പൊ ആ മണ്ഡലത്തിൽ കൂടെ സുധാകരൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തേക്കൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കൂടെ പോസ്റ്റർ വെച്ചിരിക്കുന്നു. അപ്പൊ സുധാകരൻ പോയ പോസ്റ്റർ എണ്ണി ഇപ്പൊ 50 പോസ്റ്റർ പൊട്ടിച്ച് എണീക്കണി സുധാകരൻ പറഞ്ഞു, ഈ ചുമതലയുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വീട്ടിലേക്ക് കൊണ്ടു വിടാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിളിച്ചിട്ട് ചോദിച്ചു, സഭയിൽ എത്ര പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, 250 പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. എത്ര പോസ്റ്റർ ഒട്ടിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ 250 ഒട്ടിച്ചു. അത് ശരി, 250 ഒട്ടിച്ചു. സുധാകരൻ എന്തെന്നറിയോ, ആ വീട്ടിലെ എല്ലാ മുറിയിലും കയറി നോക്കിയപ്പോഴത്തേക്കും 200 പോസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്. 50 തന്നെ ഒട്ടിച്ചിട്ടുള്ളൂ. ആ 200 പോസ്റ്റർ ഇങ്ങോട്ട് എടുത്തു, ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോട് ചോദിച്ചു, പശയുണ്ടോ എന്ന് ചോദിച്ചു. പശ ഉണ്ട് സഖാവല്ലോ, എന്നാൽ പശയായിട്ട് എൻ്റെ കൂടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് സുധാകരൻ എന്ത് ചെയ്തു? സുധാകരൻ അവിടെ ചെന്ന് സുധാകരന്റെ സാന്നിധ്യത്തിൽ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊണ്ട് ഈ 200 പോസ്റ്റർ ഒട്ടിപ്പിച്ചിട്ടാണ് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ സുധാകരന് ആലപ്പുഴ ജില്ലയിലെ പാർട്ടി എന്താണെന്നും പാർട്ടി പ്രവർത്തനം എന്താണെന്നും പാർട്ടിയിൽ ആരൊക്കെ എവിടെയൊക്കെയാണ് എല്ലാം സുധാകരൻ അറിയാം. അപ്പൊ ആ ഒരു ധൈര്യത്തോടു കൂടിയാണോ, ആ ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാനൊരു ചുവരെഴുത്തിന് പോലും തയ്യാറാകുന്നില്ല, ചെയ്യില്ല, എനിക്ക് വേണ്ടി ആരെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യോട്ടെ എന്ന് അദ്ദേഹം പറയാൻ കാരണം ആ ഒരു ആത്മവിശ്വാസമാണോ? അതിന് വേറെ സംശയമില്ലല്ലോ. ഒന്ന്. രണ്ട്, അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അവിടുത്തെ സബ്സ്റ്റാൻഡേർഡ് നേതൃത്വത്തിനാണ്. അതുകൊണ്ടാണ് ഈ ഞാൻ പറഞ്ഞത് നമ്മളൊന്ന് ആലോചിക്കുക. സാധാരണഗതിയിൽ ഒരു CPM നേതാവ് എത്ര വലിയവനായാലും അയാളെ തരം താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ അയാൾ അവിടെ കിടന്ന് അയാൾക്ക് രാഷ്ട്രീയ മരണം സംഭവിക്കുന്നതാണല്ലോ നമ്മൾ സാധാരണ കാണാറുണ്ട്. ഇതിനേക്കാളും വലിയ നേതാക്കന്മാരും ഒന്നുമില്ലാതെ പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പോയ സുധാകരന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നിരന്തരം പാർട്ടി നേതാക്കന്മാർ ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? അയാളെ അറിയാം എന്നുള്ളത്. ഇപ്പം എന്താണ് CPM നേതാക്കന്മാർ വന്നിട്ട് പറയുന്നത്? ഇത്രയേറെ പരിഗണന ലഭിച്ച ഒരു നേതാവ് ഇല്ല. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, പിന്നെ സിൻഡിക്കേറ്റ് മെമ്പർ, മന്ത്രി, MLA, ജില്ലാ സെക്രട്ടറി, അങ്ങനെയുള്ള ഒരാൾ പാർട്ടിയെ ചതിച്ചിട്ട് പോയി എന്നാണല്ലോ അവർ പറയുന്നത്. അത് യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുതയാണോ? അതിന്റെ കാരണം എന്താ? CPM എന്തിനാണ് G സുധാകരന് ഈ സ്ഥാനങ്ങളെല്ലാം കൊടുത്തത്? CPM കൊടുത്തതാണല്ലോ. അപ്പൊ CPM സുധാകരൻ ഈ സ്ഥാനങ്ങളെല്ലാം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ഥാനങ്ങൾക്കെല്ലാം CPM സുധാകരൻ അർഹനാണെന്നും ആ സ്ഥാനങ്ങൾ സുധാകരൻ കൊടുക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് ഗുണമേ ഉണ്ടാവൂ എന്ന് അറിഞ്ഞുകൊണ്ട് സുധാകരന് പാർട്ടി അങ്ങോട്ട് കൊടുത്തതല്ലേ ഈ സ്ഥാനങ്ങളല്ല, സുധാകരൻ ചെന്ന് ചോദിച്ചു വാങ്ങിച്ചതല്ലോ. അല്ല, അതെ. സിൻഡിക്കേറ്റ് മെമ്പർ സുധാകരനെ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻഡിക്കേറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ സുധാകരന്റെ പ്രവർത്തനം വളരെ സുദീർഘമായിരിക്കുമെന്നുള്ളതുകൊണ്ടാണ് സുധാകരനെ ആക്കിയത്. അതിനുമുമ്പ് SFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സുധാകരനെ ആക്കിയത് സുധാകരൻ പോയിട്ട് പിന്നെ ചോദിച്ചു വാങ്ങിച്ചതാണോ? അല്ല. സുധാകരനെ MLA ആക്കിയത് എന്തുകൊണ്ടാണ്? സുധാകരൻ എന്നെ MLA ആക്കണമെന്ന് പറഞ്ഞിട്ടാണോ? അല്ല. സുധാകരനെ മന്ത്രിയാക്കിയത് എന്തുകൊണ്ടാണ്? മന്ത്രിയാക്കി വിളിച്ചാക്കുകയല്ലേ ചെയ്തത്. സുധാകരന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുക്കാന്ന് പറഞ്ഞാൽ സുധാകരൻ വേണ്ടെന്നാണ് പറഞ്ഞത്. വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. സുധാകരൻ 5 വർഷക്കാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി ഒരാരോപണം കേൾപ്പിച്ചിട്ടുണ്ടോ? ഒന്നും കേൾപ്പിക്കാത്ത. സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സുധാകരൻ ആ സ്ഥാനങ്ങൾ അർഹനാണ് എന്നുള്ളത് കൊണ്ടല്ലേ. ഇപ്പൊ പിണറായി വിജയനെ പാർട്ടിയല്ലേ പിന്നെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചത്. അതെ.
അല്ലാതെ പിണറായി വിജയൻ അങ്ങോട്ട് ഇന്ന് ചോദിച്ചിട്ടല്ലോ. അല്ല, ഇപ്പൊ പിണറായി വിജയന്റെ ചവിട്ടടിയിലാണ് പാർട്ടി എന്നുള്ളതൊക്കെ നമുക്കറിയാമെങ്കിലും ഔദ്യോഗികമായിട്ടാണെങ്കിൽ പോലും പാർട്ടിയല്ലേ പിണറായി വിജയനെ തീരുമാനിച്ചത്. എന്ത് പറഞ്ഞതുപോലെ പാർട്ടിയാണ് കാലാകാലങ്ങളിൽ സുധാകരനെ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് സുധാകരൻ ആ സ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് സുധാകരൻ ഇരുന്നിട്ടുള്ളത്. ഇപ്പൊ സ്വതന്ത്രം ഇപ്പൊ പാർട്ടിയെ ചതിച്ചു എന്ന് പറഞ്ഞു. പാർട്ടി എങ്ങനെയാണ് ചതിക്കുന്നത്? കാരണം പാർട്ടി മെമ്പർഷിപ്പ് ഒഴിഞ്ഞിട്ടല്ലോ. പാർട്ടിക്കാരനല്ലല്ലോ. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പാർട്ടിയെ ചതിക്കുന്ന പ്രവർത്തനം നടത്തിയാലേ അത് ചതിയാവുള്ളൂ. പാർട്ടി മെമ്പർഷിപ്പ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുധാകരൻ സ്വതന്ത്രനല്ലേ. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോഴും സുധാകരൻ എന്താ പറയുന്നത്? ഞാൻ ആരുടെ പിന്തുണ ചോദിച്ചിട്ടില്ല. മാത്രമല്ല പാർട്ടിക്കെതിരെ ഞാൻ പറയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഉണ്ടല്ലോ. അപ്പം പാർട്ടിക്കെതിരെ പറയുന്നില്ല. അപ്പം ഈ പാർട്ടിക്കാരനല്ലാതിരുന്നിട്ട് പോലും പാർട്ടിക്കെതിരെ പറയുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പാർട്ടിയെ ചതിക്കുകയല്ലേ ചെയ്യുന്നത്. പാർട്ടിയോട് ഒരു കൂറ് കാണിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു അടിയാണ്. ഇതൊരു പക്ഷേ കേരളത്തിലെ മുഴുവൻ VS പക്ഷക്കാരെ അദ്ദേഹം ഒരു ചാലക ശക്തിയായിട്ട് അവരുടെ നേതാവായിട്ട് ഉയർന്നു വന്നാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് പാർട്ടിയെ VS പക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പതിഞ്ഞു കിടന്നിരുന്ന അവർക്കൊരു നേതൃത്വം ഇല്ലായിരുന്നുകൊണ്ടാണ്. അവർക്കൊരു നല്ല നേതാവിനെയാണ് കിട്ടിയിരിക്കുന്നത്. അഴിമതിക്കാരനല്ലാത്ത ശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നേതാവ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ VS പക്ഷക്കാര് ഒരുപക്ഷെ സുധാകരന്റെ പിന്നിൽ അണിനിരന്ന് കൂടായില്ല. അങ്ങനെ പാർട്ടി നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സുധാകരനെതിരായിട്ട് VS അച്യുതാനന്ദന്റെ മകനെ നിർത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം സുധാകരനോട് ചോദിച്ചു VS അച്യുതാനന്ദൻ, അതിപ്പോൾ ആര് വന്നാലും എനിക്ക് കാര്യമില്ല, ഞാൻ നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ആര് വന്നു കഴിഞ്ഞാലും മത്സരിക്കും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ആലപ്പുഴ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ഒരു MLA മാത്രമേ ഇപ്പൊ UDF-നുള്ളൂ ആലോചിച്ച് നോക്കിക്കോണം. മനസ്സിലായില്ലേ? ഈ H സലാം എന്നൊക്കെ പറഞ്ഞവനൊക്കെ കംപ്ലീറ്റ് വിറങ്ങലിച്ചായിരിക്കും നിൽക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് MV രാഘവന്റെയും KR ഗൗരിയമ്മയുടെയും പാർട്ടി വിട്ടുപോകലിന് ശേഷം CPM നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് സുധാകരന്റെ ഈ പാർട്ടി ബന്ധം അവസാനിപ്പിക്കൽ. പ്രത്യേകിച്ചും പാർട്ടി വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് 1.5 മാസം മുമ്പ് സുധാകരൻ പാർട്ടി വിട്ടു പോയതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളത് ഇനി പാർട്ടി അനുഭവിക്കാൻ പോകുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും പറയുന്നത്, ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എനിക്ക് പാർട്ടിയോട് തർക്കമില്ല, പിണറായി വിജയനോട് എനിക്ക് വിഷയമില്ല, 3ാം വട്ടവും പിണറായി വിജയൻ തന്നെ വരണം എന്നൊക്കെയുള്ള വാദങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഉറച്ചൊരു നിലപാട് എന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, അത് നമ്മൾ അതിൻ്റെ ഒരു തന്ത്രം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അടുത്ത പിണറായി മുഖ്യമന്ത്രി ആകുന്നതിന് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പിണറായി മുഖ്യമന്ത്രി ആകുന്നതിനോട് എനിക്ക് വിരോധമില്ല, സന്തോഷമേ ഉള്ളൂ. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത തവണ ഈ ഇടതുപക്ഷ അധികാരത്തിൽ ഒരു ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്നോട് അഭിപ്രായമില്ല, അതായത് വരില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇടതുപക്ഷ അധികാരത്തിൽ വന്നാലേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാൻ കഴിയുള്ളൂ. ഇടതുപക്ഷം വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത്. അപ്പം അത് ശരിക്കും ഒരു പണി കൊടുക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. മനസ്സിലായി? പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് അഴിമതിക്കെതിരായിട്ടുള്ള സമരമാണെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും അപ്പോൾ CPM-നെതിരായിട്ടുള്ള സമരമാണത്. എന്ന് മാത്രമല്ല, ഈ പാർട്ടിയെ ഇപ്പോൾ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് പാർട്ടി വിരുദ്ധതയാണ് അതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ ഒരു തന്ത്രമെന്നുള്ള നിലയിൽ അദ്ദേഹം ഇപ്പോൾ ആ നിലപാടെടുത്തിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ബഹുഭൂരിപക്ഷം വോട്ടുകളും CPM-നകത്തു നിന്നാണ് ലഭിക്കേണ്ടത്. അതായത് ആലപ്പുഴയിൽ സുധാകരൻ ജയിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അല്ല, അതിന്റെ സാധ്യതയാണല്ലോ വളരെ കൂടുതൽ. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കമല്ല. കാരണം എന്താ വെച്ചാൽ പാർട്ടിയെ ഞാൻ എതിർക്കുന്നില്ല, പാർട്ടിയെ തള്ളിപ്പറയുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് നിൽക്കുന്ന പാർട്ടി അണികൾക്ക് വലിയ തോതിൽ ആഭിമുഖ്യം ഉണ്ടാവും. മനസ്സിലായി? പിന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അവർ എന്തായാലും ഇയാളെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ അടിമുടി അറിയാവുന്ന ആളാണ് സുധാകരൻ. മനസ്സിലായി? അയാളിപ്പം സുധാകരൻ ഇപ്പം എന്തോ ഒരു പരിക്കേറ്റ് കിടക്കുന്നതിന് മുമ്പ് വരെ അദ്ദേഹം പാർട്ടി ബ്രാഞ്ചിലെല്ലാം പോയി പങ്കെടുക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പം എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ തുറന്ന് അദ്ദേഹത്തിന്റെ കൂടെ കൂടുതൽ ആളുകൾ വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അകത്ത് നിൽക്കുന്ന ആളുകൾ വലിയ തോതിൽ ഈ സുധാകരനെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുധാകരൻ ജയിക്കുമെന്നല്ല, സുധാകരൻ നല്ല ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. സുധാകരന്റെ ഈ വരവ് ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല കൊല്ലം ജില്ലയിൽ പോലും CPM-ന് അനുകൂലമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
കാരണം ഇത് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രഹരങ്ങൾ ഓരോന്നായി. കാരണം പ്രഹരമേറ്റ് താഴെ വീണ് കഴിഞ്ഞ് എണീക്കുമ്പോഴേക്കും അടുത്ത പ്രഹരം കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ CPM-ന് പല വിഷയങ്ങളിലും ഉള്ളത്. അതുപോലെ തന്നെയാണ് സുധാകരൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. കാരണം സുധാകരനെ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നൊരു രക്തസാക്ഷി ഉണ്ടായി. ഇന്ന് അദ്ദേഹം അത് ഓർമ്മിപ്പിച്ചു മാധ്യമപ്രവർത്തകരെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും. എന്നിട്ട് പോലും അദ്ദേഹത്തെ H. സലാമും R. നാസറും സജി ചെറിയാനെയും പോലെയുള്ളവർ അവഗണിച്ചു. ആ അവഗണനയുടെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ ഉറച്ചൊരു തീരുമാനമാണ്. പല അനുനയങ്ങൾക്കും വഴങ്ങാതെ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് കൂറുണ്ട്. അദ്ദേഹത്തിൻ്റെ എതിർപ്പ് ഈ പിണറായി വിജയനെയും സജി ചെറിയാനെയും പോലെയുള്ള നേതൃത്വത്തോട് മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സാധ്യത അവിടെ ഈ ആലപ്പുഴ ജില്ല എന്ന് പറയുമ്പോൾ CPM-ൻ്റെ ഒരു കോട്ടയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. അതുപോലൊരു സ്ഥലത്ത് സുധാകരനെ പോലെ ഒരു നേതാവ് തീർച്ചയായും CPM-ന് വലിയ ഭീഷണി ഉണ്ടാക്കുമെന്നും അദ്ദേഹം വിജയിച്ചു വന്നാൽ തന്നെ അതിൽ അത്ഭുതപ്പെടേണ്ട ഇതില്ല എന്നുമാണ് എനിക്ക് പറയാനുള്ളത്.